Good morning, dear students. In the last class, we already discussed about major nutrients in our food, right? Which are they? All of you say yes, carbohydrates, fats, vitamins and minerals and protein. Yes? സോ നമ്മൾ ഇത്രയും മേജർ ന്യൂട്രിയൻസ് പറഞ്ഞു അല്ലേ? ഈ മേജർ ന്യൂട്രിയൻസ് അല്ലാതെ നമ്മൾ ഫുഡിൽ എന്ത് കൂടെ ഉണ്ട്? വാട്ടർ ആൻഡ് ഡയറ്ററി ഫൈബേഴ്സ്, റൈറ്റ്? അതുകൂടി നമ്മളെ ഫുഡിലുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു വിറ്റാമിൻസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ വിറ്റാമിൻസിനെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിറ്റാമിൻസ്. വിച്ച് ആർ ദേ? Yes, today we are studying about different vitamins. Okay, what is the function of each vitamins and their sources? Are you ready? So the common function of the vitamin is it helps in protecting our body against diseases. Okay, നമ്മളെ ബോഡീനെ ഡിസീസസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാണ് ഈ വിറ്റാമിൻസ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിറ്റാമിൻസ് ഉണ്ട് അല്ലേ? വിറ്റാമിൻ എ, ബി, സി, ഡി, ഇ, കെ. സോ ഈ ഓരോ വിറ്റാമിൻസും ഓരോ ഡിസീസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസീസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അതായത് ഓരോ വിറ്റാമിൻസും നമ്മുടെ ബോഡിയിലെ ഓരോന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വിറ്റാമിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പാർട്ടിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, ആ ഡിസീസായിട്ട് കോസ് ചെയ്യും. മനസ്സിലായല്ലോ? സോ ഫസ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് വിറ്റാമിൻ എ. വിറ്റാമിൻ എ മേക്ക് അവർ സ്കിൻ ആൻഡ് ഐസ് ഹെൽത്തി. ഓക്കെ, നമ്മുടെ സ്കിന്നിനെയും ഐസിനെയും ഹെൽത്തി ആക്കുന്നത് വിറ്റാമിൻ എ ആണ്. സോ വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയായിരിക്കും? ദ സോഴ്സ് ഓഫ് വിറ്റാമിൻ എ. യെസ്, പപ്പായ, മാംഗോ, മിൽക്ക്, ഫിഷ് ഓയിൽ. ദീസ് ആർ ദി സോഴ്സ് ഓഫ് വിറ്റാമിൻ എ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിന്ന്, ഐസ് ഇതൊന്നും ഹെൽത്തി ആയിരിക്കില്ല. ഓക്കെ, പല ഐ പ്രോബ്ലംസ് ഫോം ചെയ്യുക, അതുപോലെ തന്നെ സ്കിൻ പ്രോബ്ലംസ് നമുക്ക് കോസ് ചെയ്യും വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് ഏതൊക്കെ ഡിസീസാണെന്നുള്ളതൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, നെക്സ്റ്റ് വിറ്റാമിൻ ബി കോംപ്ലക്സ്. ബാക്കിയല്ല വിറ്റാമിൻ എ, സി, ഡി എന്നാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ വിറ്റാമിൻ ബി മാത്രം വിറ്റാമിൻ ബി കോംപ്ലക്സ് എഴുതിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? സോ വിറ്റാമിൻ ബിയിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. വിറ്റാമിൻ B1, B12 എന്നൊക്കെ പറഞ്ഞിട്ട്. സോ നമ്മൾ അതിന് വിറ്റാമിൻ ആ ഒരു ഗ്രൂപ്പിനാണ് നമ്മൾ വിറ്റാമിൻ ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് റിലീസ് ഓഫ് എനർജി ഫ്രം ഫുഡ്. ഇറ്റ് ഹെൽപ്സ് ടു റിലീസ് ഓഫ് എനർജി ഫ്രം ഫുഡ്. ഫുഡിൽ നിന്ന് എനർജി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാണ് വിറ്റാമിൻ ബി കോംപ്ലക്സ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വിറ്റാമിൻ എ എന്തിനാണ്, വിറ്റാമിൻ ബി എന്തിനാണെന്ന് മനസ്സിലായല്ലോ. സോ വിറ്റാമിൻ ബിയുടെ സോഴ്സസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇതൊക്കെ സോഴ്സിൻ്റെ പിക്ചേഴ്സ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ബിയുടെ സോഴ്സ് എന്ന് വെച്ചാൽ ലിവർ, അതുപോലെ തന്നെ റൈസ്, വീറ്റ്, ഇതൊക്കെയാണ് വിറ്റാമിൻ ബി കോംപ്ലക്സിൻ്റെ സോഴ്സസ് എന്ന് പറയുന്നത്. ഇതിൽ വിറ്റാമിൻ B1 ഒക്കെ അടങ്ങിയിട്ടുള്ളത് തവിടില്ലേ അതിലായിരിക്കും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വിറ്റാമിൻ സി. ഇറ്റ് ഹെൽപ്സ് ബോഡി ടു ഫൈറ്റ് എഗെയിൻസ്റ്റ് മെനി ഡിസീസസ്. ഓക്കെ, വിറ്റാമിൻ സി നമ്മുടെ ബോഡിയുടെ മെനി ഡിസീസസിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ വിറ്റാമിൻ സി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ബോഡി. വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളത് അധികവും ഈ സോർ ടേസ്റ്റുള്ള ഫുഡ് ഐറ്റംസിലായിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ലെമൺ, ഓറഞ്ച്, ടൊമാറ്റോ, ഓക്കെ, ലൈക്ക് ദാറ്റ്.
ഏതിലൊക്കെയാണോ ഒരു പുളി ഉള്ള ഫുഡ് ഐറ്റംസ് അതിലൊക്കെ വിറ്റാമിൻ സി അടങ്ങിയിരിക്കും. ഓക്കെ, സോ വിറ്റാമിൻ സിയുടെ സോഴ്സ് മനസ്സിലായല്ലോ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് വിറ്റാമിൻ ഡി. Vitamin D helps our body to use calcium for bones and teeth. സോ നമ്മളെ ബോഡിയിലെ ബോൺസിനും ടീത്തിനും കാൽസ്യം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്താണ് വിറ്റാമിൻ ഡി. സോ വിറ്റാമിൻ ഡി ലെസ്സാണ് നമ്മളെ ബോഡിയിൽ എന്ന് വെച്ചാൽ നമ്മളെ ബോൺസ് ആൻഡ് ടീത്ത് വെരി വീക്കായിരിക്കും. ഓക്കെ, ഇറ്റ് ബിക്കംസ് വീക്ക്. So vitamin D also very important. Each vitamins are very important for our body. Each vitamins carry each functions. Okay. So vitamin D contain ചെയ്ത ഫുഡ് ഐറ്റംസ് എന്ന് വെച്ചാൽ മിൽക്ക്, ബട്ടർ, ഫിഷ്. And the main source of vitamin D is the sunlight. Okay. ദിസ് വിറ്റാമിൻ ഡി നമുക്ക് സൺലൈറ്റ് വഴി കൂടുതൽ കിട്ടുക എപ്പോഴാണെന്ന് വെച്ചാൽ മോർണിംഗ് ടൈമിൽ, അതായത് സൺറൈസിൻ്റെ ടൈമിലും അതുപോലെ തന്നെ സൺസെറ്റ് ഈവനിങ് ടൈമിലുള്ള സൺലൈറ്റ് നമ്മൾ ബോഡിയിൽ റീച്ച് ചെയ്താലാണ് നമ്മൾ വിറ്റാമിൻ ഡി പ്രൊഡക്ഷൻ കൂടുതലായിട്ട് നടക്കുക. ഓക്കെ, സോ ആ ടൈമിലുള്ള സൺലൈറ്റിന് നമ്മൾ എക്സ്പോസ് ചെയ്യുന്നത് കൂടുതൽ നല്ലതാണ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് വിറ്റാമിൻ ഡി. So, and the next one, vitamin E. Vitamin E repair the damaged skin. ഡാമേജ് ആയിട്ടുള്ള സ്കിൻസിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വിറ്റാമിൻ ഇ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ വിറ്റാമിൻ ഇ മനസ്സിലായല്ലോ. ആൻഡ് വിറ്റാമിൻ കെ ഹെൽപ്സ് ദി ബ്ലഡ് കോട്ടിംഗ്. സോ ഇഫ് വിറ്റാമിൻ കെ is absent in our body, what happens? Our blood will not clot at the time of bleeding. നമ്മൾ എവിടെയെങ്കിലും കൈ ജസ്റ്റ് മുറിഞ്ഞിട്ട് ബ്ലഡ് ബ്ലീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്ലഡ് കോട്ട് ചെയ്യാതെ കിടക്കും. അങ്ങനെയാണെങ്കിൽ ഇത് ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കില്ല, നമുക്ക് ബ്ലഡ് ലോസ് സംഭവിക്കും. ഓക്കെ, സോ ഈച്ച് വിറ്റാമിൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ബോഡി. ആൻഡ് വിറ്റാമിൻ ഇ ആൻഡ് കെ നമുക്ക് അങ്ങനെ ഈ ഒരു 6th സ്റ്റാൻഡേർഡിൽ പഠിക്കാനില്ല, ബാക്കിയുള്ള വിറ്റാമിൻസ് പഠിക്കാനുണ്ട് കേട്ടോ. സോ ഇതിൻ്റെ ഓരോ വിറ്റാമിൻസിൻ്റെ സോഴ്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ന്യൂട്രിയൻസിനൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ന്യൂട്രിയൻസ് സോഴ്സ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫങ്ഷൻസും. അതുപോലെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഈ വിറ്റാമിൻസ്, their sources and their functions അങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഈ വിറ്റാമിൻ്റെ നെയിംസ് എഴുതുക, അതിൻ്റെ ഫങ്ഷൻസ് എഴുതുക, അതിൻ്റെ സോഴ്സസ് എഴുതുക. അങ്ങനെ ഒരു ടേബിൾ എഴുതിയിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരാം. അതാണ് ഇന്നത്തെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പോൾ അത് ചെയ്തിട്ട് പെട്ടെന്ന് സെൻഡ് ചെയ്ത് തരണേ.